നമസ്കാരം. പറയാൻ വന്നത് ഇതൊന്നുമല്ല. എനിക്കൊരാൾ ഒരു വീഡിയോ അയച്ചു തന്നു. അതിൽ ഈ അവസരവാദി പെണ്ണുപിള്ള പറയുന്നത് സിനിമയിലെ കഥകൾക്ക് അല്ലെങ്കിൽ സിനിമാക്കാരുടെ കഥകൾക്ക് കണ്ണെഴുതി പൊട്ടിട്ട് ആളുകളെ പറ്റിക്കുന്നവനാണ് ഞാൻ എന്നാണ് ആ സ്ത്രീ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ 700-750 സ്റ്റോർ ചെയ്തു. ഈ 700 നോക്കാം, 700 സ്റ്റോറികളിൽ ഒരു കഥ, ഏതെങ്കിലും ഒരു കഥ, ഒരേ ഒരു കഥ ഞാൻ കണ്ണെഴുതി പൊട്ടിട്ട കഥ പറഞ്ഞു തന്നാൽ ഞാൻ ഈ ചാനൽ അന്ന് അവസാനിപ്പിക്കാമെന്ന് പല ആവർത്തി പറഞ്ഞ ഇപ്പോൾ അതാ വീണ്ടും പറയുന്നു. ശബ്ദം വിറ്റ് ജീവിക്കുന്ന മഹതി 700 കഥകളിൽ ഒരെണ്ണം ഞാൻ കണ്ണെഴുതി പൊട്ടിട്ട് കള്ളം പറഞ്ഞ് പൊലിപ്പിച്ചതാണെന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ ഈ ചാനൽ നിർത്താം. നിങ്ങളെപ്പോലെ ആ ശാന്തിവിള ദിനേശ് എന്ന് പറഞ്ഞ എടുത്തോണ്ടല്ലോ, അന്തരിച്ച യേശുദാസിനെയും MT വാസുദേവൻ നായരെയൊക്കെ കളിയാക്കുന്ന എന്ന് പറഞ്ഞ നിങ്ങളെപ്പോലെ വങ്കത്തരവും വിവരക്കേടും പറയുന്ന ആളല്ല ഞാൻ. കാരണം ഞാൻ പള്ളിക്കൂടത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ അറിയുന്ന കഥകളിൽ പകുതിയും ഞാൻ ഉപേക്ഷിക്കാറാണ് പതിവ്. സത്യസന്ധമായി പറയുകയാണ്. ഞാനടക്കം വലിയ പ്രതീക്ഷയോടെ കാണുന്ന ഒരു യുവനേതാവ്, നേരത്തെ പറഞ്ഞ യുവനേതാവ് നാളെ നല്ലൊരു മന്ത്രിയോ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോ ആകും എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ആ യുവനേതാവ് ഈ ഭവതിയുടെ മണിമന്ദിരത്തിൽ ശയിക്കാൻ വന്നപ്പോൾ ജോലിക്കാരി ഒരു ബുദ്ധിമുട്ടായി. അപ്പോൾ ആ ജോലിക്കാരിയോട് പറഞ്ഞു, പോയി പാൽക്കായം വാങ്ങിച്ചുകൊണ്ടിരാൻ. ഈ പാൽക്കായം കുട്ടികൾക്ക് വയറിന് കേടെന്താ വരുമ്പോൾ ഉപയോഗിക്കുന്നതാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. എനിക്കറിയില്ല, ഞാൻ കഴിച്ചിട്ടില്ല. പാൽക്കായം വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടു. അതും ഇവിടെ എവിടെ നിന്നും വാങ്ങണ്ട, ചാലി ചെന്ന് വാങ്ങിക്കാൻ പറഞ്ഞു. പാവം ആ സ്ത്രീ പൊരി വെയിലത്ത് ബസ്സിൽ കയറി കിഴക്കേക്കോട്ടയിൽ ഇറങ്ങിയിട്ട് ചാല മുഴുവൻ നടന്നു അങ്ങാടിക്കട അന്വേഷിച്ചു പാൽക്കായം വാങ്ങിക്കാൻ. കാരണം അത്രയും മണിക്കൂർ അവിടെ വേണം വീട്ടിൽ. ഞാൻ കഥയായി കണ്ണെഴുതി പൊട്ടിട്ട് എന്നല്ല, സാധാ കഥയായി പോലും ഞാൻ ഈ പാൽക്കായ കഥ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കൊടുത്തതാണ്. എൻ്റെ കയ്യിൽ വരുന്ന പാൽക്കായ കഥ അടക്കം ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ വാട്ടർ ഗേറ്റ് പോലെ ഇരിക്കും. ഒരു 100 കഥ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നേരത്തെ മുമ്പൊരിക്കൽ ഒരു കാര്യം പറഞ്ഞില്ലേ, ഒരുത്തൻ്റെ ദേഹത്ത് മുഴുവൻ കരിയാവിലൊഴിച്ച് മനഃപൂർവ്വം അവനെ കൊല്ലാൻ ശ്രമിച്ച് പുറത്ത് വാടക ഗുണ്ടകൾ നിൽക്കുന്നത് കൊണ്ട് അവൻ ബുദ്ധിമാനായതുകൊണ്ട് അവൻ തിരിച്ചടിച്ചില്ല. 3 താടകകൾ അവനെ കരിയാവിലൊഴിച്ചിട്ട് വിളിക്കാവുന്ന തെറി മുഴുവൻ അമ്മയ്ക്ക് ചേർത്ത് വിളിച്ചു. എന്നിട്ട് ശബ്ദധാരാവലിയെ തേങ്ങയൊക്കെ എടുത്ത് എറിയുന്നുണ്ട്. അവൻ ആ ശബ്ദധാരാവലി എടുത്ത് എവളെയൊക്കെ തലയിൽ അടിച്ചു കൊടുത്തെങ്കിൽ അപ്പം തീർന്നെ, അല്ലെങ്കിൽ കഴുത്തെങ്കിലും ഓടിഞ്ഞന്നെ. പക്ഷെ അവൻ ചെയ്തില്ല. അവൻ ബുദ്ധിമാനായതുകൊണ്ട് പുറത്ത് നോക്കുമ്പോൾ വാളോ കുന്തോ വെട്ടുവത്തിയൊക്കെ വെച്ചുകൊണ്ട് ഇരിക്കുന്ന ഗുണ്ടകളാണ് കാറിൻ്റെ ഡ്രൈവറായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ചെയ്യാത്തത്. എന്നിട്ട് ഇവിടെ അറസ്റ്റ് വാറണ്ട് വന്നപ്പോൾ മുങ്ങി. ആലപ്പുഴയിൽ ഒരു വലിയ ഹിറ്റായി സൂപ്പർ ഹിറ്റായ ഒരു സിനിമയുടെ നിർമ്മാതാവ്, മാന്യനായി കഴിയുന്ന ഒരു നിർമ്മാതാവിൻ്റെ വീട്ടിൽ പോയി ഒളിച്ചു. അയാൾക്കാണെങ്കിൽ ഇറക്കി വിടാനും നിവർത്തിയില്ല. പേപ്പറിലും TV യിലൊക്കെ നോക്കുമ്പോൾ പോലീസ് വല വിരിച്ചിരിക്കുന്നത് ഇവിടെ ഏതോ കുളത്തിൽ. ഇവൾ ആലപ്പുഴയില്ല. അങ്ങനെ 3-4 ദിവസം അവിടെ കഴിഞ്ഞു. വീട്ടിൽ ദാമ്പത്യ കലഹം ഉണ്ടാകുന്ന അവസ്ഥയെത്തി. 4-ാം ദിവസം അയാളിൽ നിന്ന് മദ്രാസിലേക്കുള്ള ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് അയാളെ കൊണ്ടെടുപ്പിച്ച്. ആലോചിക്കുക, അയാൾക്ക് ശിക്ഷ കൊടുത്തത് അയാൾ മാന്യമായിട്ട് അവിടെ താമസിക്കാൻ സമയം കൊടുത്തതിന്. ആ കഥയടക്കം ഞാനിങ്ങനെ കഥകൾ പറയാൻ തുടങ്ങിയാൽ എൻ്റെ ഒരു 1000 കഥ ഇരിപ്പുണ്ട് എന്നാണ് എനിക്ക് ഈ കണ്ണെഴുതി പൊട്ടെഴുതുന്ന ആളിനോട് പറയാനുള്ളത്. ഞാൻ കണ്ണെഴുതിയും പൗഡറുടെയും ഒന്നും ചെയ്യാറില്ല. ഞാൻ സത്യസന്ധമായ കൊടുക്കാവുന്ന കഥകളെ പറയാറുള്ളൂ, അല്ലാത്തത് ഞാൻ പറയാറില്ല. എനിക്ക് വിശ്വാസമുള്ളതേ കൊടുക്കൂ. യുവ നേതാവിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ മുഖത്ത് നോക്കി ഞാൻ പറയും, തനിക്ക് എന്തിൻ്റെ കേടാണെന്ന്. ഒരു ചാനൽ വായനക്കാരിയുമായി ഒരു വിവാദം ഈ യുവ നേതാവിൻ്റെ പേരിൽ പൊന്തി വന്നതാണ്. ആരുടെയോ ഭാഗ്യത്തിന് അത് കത്തിയില്ല. കാരണം ഇയാളെല്ലാവരും വിശ്വസിക്കുന്നുണ്ടായിരിക്കാം അത് കള്ള വാർത്തയാണെന്ന് പറഞ്ഞ് വിട്ടത് അല്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. നുണ മാത്രം പറയുന്ന പാർട്ടി വിരുദ്ധ ചാനലിലെ പാർട്ടി വിരുദ്ധ അവതാരികയുടെ കെണിയിൽ വീഴരുതായിരുന്നു ഈ യുവ നേതാവ്. പാർട്ടിയെങ്കിലും വിലക്കണമായിരുന്നു, അല്ലെങ്കിൽ പിണറായി എങ്കിലും ചോദിക്കണമായിരുന്നു, എന്തിനാ സഖാവേ അവിടെ പോയതെന്ന് ചോദിക്കണമായിരുന്നു. ചോദിക്കില്ല, കാരണം ഉറച്ച് നിൽക്കുകയല്ലേ. അതുകൊണ്ട് എന്താ പറയുക, ചോദിക്കില്ല. അതിനേക്കാൾ ഭീകരമായ
നീരാളിയുടെ കയ്യിലാണ് ഇപ്പോൾ പൊറുതിയെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, എൻ്റെ പൊന്ന് പ്രിയപ്പെട്ട യുവ സഖാവേ, വിനാശകാലേ വിപരീത ബുദ്ധി. ഹേയ്, ഈ മര്യാദക്കാരി ഇപ്പോൾ എന്തൊക്കെ ജൽപ്പനങ്ങളാണ് ജനങ്ങളോട് നടത്തുന്നത്. 4 വർഷം മുമ്പ് ഹണിയം വർഗീസ് വിധി എഴുതി തയ്യാറാക്കി വച്ചിരുന്നു ദിലീപിനെ വെറുതെ വിടാൻ എന്ന് പരസ്യമായി പറഞ്ഞ സ്ത്രീയാണ്. കോടതിയെ പരസ്യമായി സംശയനിഴലിൽ ആക്കുകയല്ലേ ചെയ്തത്. ഒരു കോടതിയോ ഒരു വക്കീലോ സ്വമേധയാ കേസെടുക്കാത്തത് എന്താ? എടുക്കണ്ടേ? ദിലീപിൻ്റെ ഒറ്റ പടം ഓടില്ലത്രേ. ഒറ്റ പടത്തിനാരും ഇപ്പോൾ വിളിക്കാത്ത ചേച്ചിയാണ് ഇത് പറയുന്നത്. ഒറ്റ പടത്തിന് ഇപ്പോൾ വിളിക്കാറില്ലല്ലോ. വോളണ്ടറി റിട്ടയർമെൻ്റ് അല്ല, കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ഡബ്ബിൽ നിന്ന് പുറത്താക്കി. അവർ പറയാണ് ദിലീപിൻ്റെ ഒറ്റ പടം ഓടാൻ സമ്മതിക്കില്ലാന്ന്. പിന്നെ ഇവരൊക്കെ അറിഞ്ഞൂടാത്ത വേണ്ട, ഞാൻ പറയുന്നില്ല. താങ്കളുടെ പാർട്ടി അധികാരത്തിൽ വന്നാൽ അതിജീവിതമാർക്ക് നീതി ലഭിക്കില്ല എന്നാണ് പറയുന്നതെന്ന് അടൂർ പ്രകാശിനോട് പറയുന്നു. അടൂർ പ്രകാശേ, ഈ അടൂർ പ്രകാശിൻ്റെ പാർട്ടിയിലെയാണ് കവടിയാറിൽ മത്സരിച്ച് മേയറാവാൻ നിന്നത്. ഇപ്പോൾ അയാളെ തള്ളി, കോൺഗ്രസിനെയും തള്ളി. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റാണ്, മൊത്തം കമ്മ്യൂണിസ്റ്റാണ്, എല്ലാവരും കമ്മ്യൂണിസ്റ്റാണ്. വഴിയെ പോണ വഴിപാടുകളെല്ലാം കമ്മ്യൂണിസ്റ്റാണല്ലോ. അപ്പോൾ അയാളുടെ അടൂർ പ്രകാശിനോട് പറയുകയാണ്, താങ്കളുടെ പാർട്ടി അധികാരത്തിൽ വന്നാൽ അതിജീവിതമാർക്ക് നീതി ലഭിക്കില്ല എന്ന് ഇദ്ദേഹം പ്രസ്താവിക്കുകയാണ്. ഈ സ്ത്രീ പൾസർ സുനിയുടെ മൊഴി ഇല്ലായിരുന്നെങ്കിൽ 8ാം പ്രതി അതിജീവിതയെ ആശ്വസിപ്പിച്ച് നാടകം കളിക്കില്ലായിരുന്നത്രേ. എല്ലാവരെയും എന്നെ പ്രഖ്യാപിക്കുകയാണ് കേട്ടോ. പൾസർ സുനി എന്ന് പറഞ്ഞ സത്യസന്ധൻ ഗാന്ധിജിയുടെ ചെറുമോൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്, പൾസർ സുനി എന്ന് പറഞ്ഞ മഹാൻ പറഞ്ഞതുകൊണ്ടാണ്. ആ മഹാത്മാവ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അതിജീവിതയെ ആശ്വസിപ്പിച്ച് ഇപ്പോഴും ദിലീപ് നടന്നനെ എന്നാണ് ഇവർ പറയുന്നത്. 1711 പേജിൽ വ്യക്തമായി കോടതി വിധി നമുക്ക് വായിക്കാം. പക്ഷെ അതിനൊരൊറ്റ പ്രശ്നമുള്ളത്, വിദ്യാഭ്യാസം വേണം, വിവരം വേണം, കോമൺ സെൻസ് വേണമെങ്കിൽ ആ വിധി വായിക്കാൻ പറ്റും. ഈ കേസ് വിചാരണ നടത്തി വിധി പറഞ്ഞ ഹണിയം വർഗീസ് എന്ന ന്യായാധിപയെ, സത്യസന്ധയായ ഒരു ജുഡീഷ്യൽ ഓഫീസറെ കരിവാരി തേക്കുന്ന പ്രസ്താവനകളാണ് തുടരെ ഈ മാന്യദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പെണ്ണുമ്പിള്ള ദിവസവും എന്തൊക്കെയാണ് വച്ച് കാച്ചുന്നത് എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ദിലീപിനെതിരെ തെളിവില്ലാത്തതുകൊണ്ട് കേസ് ശിക്ഷിക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി പ്രോസിക്യൂഷനുമായി ജഡ്ജി സഹകരിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞ് പണി നിർത്തി പോയവരാണ്. പ്രോസിക്യൂഷനെ സഹായിക്കുക എന്നതല്ല, കോടതിയെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷനെയും പ്രതിയെയും 2 കക്ഷികളായല്ലേ കോടതിക്ക് കാണാനാവൂ എന്ന് പോലും ഈ പെണ്ണുപിള്ളയ്ക്ക് അറിയില്ല. ഇപ്പോഴത്തെ പുതിയ നമ്പർ എന്താണെന്ന് ചോദിച്ചാൽ, ഇനിയും നീ ദിലീപിനെതിരെ സംസാരിച്ചാൽ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന് ഗൾഫിൽ നിന്ന് ആരോ ഭീഷണിപ്പെടുത്തുന്നു എന്നാണ്. 100% കള്ളമായിരിക്കും. ഈ സ്ത്രീയൊന്നും അങ്ങനെ ആക്കും വരട്ടാനൊന്നും പറ്റില്ലെന്നേ. വാർന്ന തെറി വിളിക്കുന്ന സ്ത്രീ ആര് വരട്ടാൻ? ഞാൻ പറയുന്നത്, മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് അവർ പറയുന്ന ആ ഫോൺ നമ്പർ എഴുതി വാങ്ങി അത് അന്വേഷിക്കണം. സൈബർ അവരുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. 100% കള്ളമായിരിക്കുമെന്ന് ഞാൻ പറയുന്നു. ഇതും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ നേടാനുള്ള പണിയാണ്. പണി പാലും വെള്ളത്തിൽ വരുന്നുണ്ട് കോടതിയിൽ എന്നാണ് ഞാൻ അറിഞ്ഞത്. നല്ല രസമായിരിക്കും. ഒരു നല്ല കേസ് വരുന്നുണ്ട് പാലും വെള്ളത്തിൽ. വാച്ച് കെട്ടട്ടെ അല്ലേ? ഒരു കഥ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 1996 ജനുവരി 26 തിയേറ്ററിലെത്തിയ ഒരു ഇന്ത്യൻ സിനിമയുണ്ട്. ശേഖർ കപൂർ സംവിധാനം ചെയ്ത ബാൻഡിറ്റ് ക്യൂൺ. ഫൂലാൻ ദേവി എന്ന കൊള്ളക്കാരിയുടെ ജീവിതകഥ പറഞ്ഞ സിനിമയായിരുന്നു ബാൻഡിറ്റ് ക്യൂൺ. ഫൂലാൻ ദേവിയായി അഭിനയിച്ചത് സീമ ബിശ്വാസ് എന്ന് പറഞ്ഞ നാടകരംഗത്തെ പ്രശസ്തയായ ഒരു നടിയാണ്. സീമയെ മലയാളിക്ക് അറിയാം. ജയരാജിൻ്റെ ശാന്തം എന്ന് പറഞ്ഞ സിനിമയിൽ IM വിജയൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചത് സീമ ബിശ്വാസാണ്. ബാൻഡിറ്റ് ക്യൂനും ശാന്തവും കൂടെ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അജഗജാന്തര വ്യത്യാസമുണ്ട് 2 പടത്തിലെയും അവരുടെ വേഷങ്ങൾ. ഈ ശാന്തം എന്ന് പറഞ്ഞ ചിത്രത്തിൽ എൻ്റെ പ്രിയപ്പെട്ട തൃക്കൊടിത്താനം സച്ചിദാനന്ദൻ വർഗീയ ഗുണ്ടയായി അഭിനയിച്ചിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നു. നല്ല ഷാർപ്പായിട്ട് നോക്കി ഭീഷണിപ്പെടുത്തുന്ന ഒരു വേഷം ചെയ്തിട്ടുണ്ട്. ബാൻഡിറ്റ് ക്യൂൻ ഗുഡ് നൈറ്റ് മോഹനാണ് കേരളത്തിലെ വിതരണമെടുത്തത്. തിരുവനന്തപുരത്ത് പത്രക്കാർക്കായി സെൻസർ ചെയ്യാത്ത ബാൻഡിറ്റ് ക്യൂൻ ധന്യ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു.
ഒരു വിദേശ സിനിമയോട് കിടപിടിക്കാവുന്ന മേക്കിംഗ്, സീമ വിശ്വാസ് എന്ന നടിയുടെ മനോഹരമായ വേഷം. ഈ ചിത്രത്തിലെ ഒരു സീനിൽ പൂർണ്ണ നഗ്നയായിട്ട് നൂൽ ബന്ധമില്ലാതെ സീമ വിശ്വാസ് കിണറ്റിൻകരയിൽ വച്ച് ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു സീനുണ്ട്. എല്ലാം കഴിഞ്ഞ് ഉപേക്ഷിച്ചു പോയ ബാൻഡിറ്റ് ക്യൂൻ കിണറ്റിൽ നിന്നും വെള്ളം കോരി തലയ്ക്കൊഴിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങുന്ന മനോഹരമായ ഒരു സീനുണ്ട്. നഗ്നത നമുക്ക് പലപ്പോഴും പൂർണ്ണ നഗ്നതയിൽ കണ്ടാൽ ഒരു ഇറച്ചിക്കട പോലെ തോന്നാം. ഇതങ്ങനെയല്ല, മനോഹരമായ സീനാണ്. ഞാനിപ്പോഴും ആലോചിക്കുന്ന ആ ലോങ് ഷോട്ടിൽ അവർ നടക്കുന്ന ആ ഗ്രാമത്തിൻ്റെ ഭംഗിയുള്ള ആ സീനൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. സെൻസർ കട്ട് ചെയ്യുകയായിരുന്നോ, ഗുഡ് നൈറ്റ് കട്ട് ചെയ്തതാണോ എന്നെനിക്കറിയില്ല. അത് സിനിമ തിയേറ്ററിൽ വന്നവൻ കട്ട് ചെയ്ത് കളഞ്ഞു. പത്രക്കാർക്ക് ബ്രോഷർ അടക്കം തന്നിരുന്നു. ഞാനത് കുറേ കാലം സൂക്ഷിച്ചും വച്ചിരുന്നു. 1996 അപ്പോൾ 30 വർഷമായി. ബാൻഡിറ്റ് ക്യൂനായ സീമ വിശ്വാസ് ശാന്തത്തിൽ മുണ്ടും നേരിയതും ചൂടി IM വിജയൻ്റെ അമ്മയായത് എനിക്ക് വിശ്വസിക്കാൻ തന്നില്ല. കവിർപ്പനമായിട്ട് നിൽക്കുന്ന കണ്ടാൽ കേരളത്തിലെ അതൊരു സ്ത്രീ എന്നേ തോന്നുള്ളൂ. പൂർണ്ണ നഗ്നയായ സീമയെ നഗ്നതയുടെ കണ്ണിൽ കാണാൻ ആർക്കും തോന്നുമായിരുന്നില്ല, ബാൻഡിറ്റ് ക്യൂൻ കണ്ടിട്ടുള്ളവർക്ക്. അതവരുടെ അഭിനയ ശൈലിയും ശേഖർ കപൂറിൻ്റെ മിടുക്കുമായിരുന്നു. ഇപ്പോൾ ശേഖർ കപൂറിനെയും സീമ വിശ്വാസിനെയും ബാൻഡിറ്റ് ക്യൂനെയും പറ്റി ഓർമ്മിപ്പിച്ചത് ബ്ലസ്സിയുടെ തന്മാത്രയിൽ അഭിനയിച്ച മീര വാസുദേവ് എന്ന മോഡൽ, പഴയ മോഡൽ, തന്മാത്രയിലെ ഒരു സീനിനെ പറ്റി ഓർമ്മിപ്പിച്ചതുകൊണ്ടാണ്. തന്മാത്രയിൽ മോഹൻലാലിൻ്റെ രമേശൻ മറവി രോഗത്തിൻ്റെ ആരംഭം കുറിച്ചു എന്ന് ബോധ്യമാക്കുന്നത് അയാൾ ഭാര്യ ലേഖയുമായി ഒരു നാൾ ബന്ധപ്പെടുമ്പോൾ രമേശൻ ചുമലിൽ ഒരു പല്ലിയെ കാണും. അതിലേക്ക് തൻ്റെ ശ്രദ്ധ പോകുമ്പോൾ തൻ്റെ അടിയിൽ കിടക്കുന്ന ലേഖയെ പോലും അയാൾ മറന്നുപോകും. ഹൃദയസ്പർശിയായ ഒരു സീനായിരുന്നു അത്. ഇനി ഒരാൾക്കും ഈ ഗതി വരരുതേ എന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ മനസ്സിൽ പ്രാർത്ഥിച്ചു പോകും. സിനിമ ആവശ്യപ്പെടുന്ന നഗ്നതയോടെ മോഹൻലാലും മീര വാസുദേവും ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ച സീനായിരുന്നു. അതേപ്പറ്റി മീര 20 വർഷത്തിന് ശേഷം വിശദമാക്കുന്നത് കണ്ടു. എന്തിനാണെന്ന് എനിക്കറിയില്ല. ഈ ഒരു സീൻ സിനിമയിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പല സീനിയർ നടികളും പിന്മാറി എന്നാണ് മീര പറയുന്നത്. അതിനുത്തരം എന്തായാലും ബ്ലസ്സിയാണ് പറയേണ്ടത്. കാരണം ആദ്യ ചിത്രമായ കാഴ്ച മുതൽ ബ്ലസ്സി പുതിയ മുഖങ്ങളെ തേടുന്ന ആളായിരുന്നു എന്നത് ചരിത്രം. ഷൂട്ടിംഗ് ക്രൂവിൽ ആവശ്യമുള്ളവർ മാത്രം മതി എന്ന് മീര പറഞ്ഞതും നഗ്നതകൾ മറയ്ക്കാനായിട്ട് സമ്മതിച്ചു എന്നൊക്കെയാണ് ഇപ്പം മീര പറയുന്നത്. പൂർണ്ണ നഗ്നതയിൽ ബന്ധപ്പെടുന്ന സീനിൽ തൻ്റെ നഗ്നത മറയ്ക്കാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് മീര അർത്ഥമാക്കുന്നത് എന്നെനിക്കറിയില്ല. എന്തായാലും മോഹൻലാൽ പൂർണ്ണ ന്യൂഡായിട്ട് തന്നെയാണ് അയാളവിടെ ആ റൂമിനകത്ത് നിന്നതും അഭിനയിച്ചതും ഒക്കെ. മോഹൻലാലിന് പിന്നെ അതൊരു പ്രശ്നമല്ലല്ലോ. എന്തായാലും രണ്ടുപേരും അഭിനയിച്ചു നന്നായി. എന്നിട്ട് ആ സീൻ സിനിമയിൽ നിന്ന് തൂക്കിക്കളയുകയും ചെയ്തു. ബ്ലസ്സി പിന്നെ എടുത്തൊരു പടമാണ് കളിമൺ. അതിൽ ശ്വേതാമേനൻ്റെ ലൈവ് പ്രസവം ചിത്രീകരിച്ചു, തൂക്കിക്കളഞ്ഞു. ഇതൊന്നും സിനിമയിൽ ഉപയോഗിക്കില്ല, പക്ഷേ ഷൂട്ടിംഗ് സമയത്ത് ഇതെല്ലാം ഷൂട്ട് ചെയ്യും. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ഷൂട്ട് ചെയ്തത് എന്ന് ബ്ലസ്സിക്ക് മാത്രമേ അറിയാവൂ. എനിക്ക് തോന്നുന്നത് വാർത്താ പ്രാധാന്യം നേടാൻ വേണ്ടി മാത്രമായിരിക്കും ബ്ലസ്സി ഇങ്ങനത്തെ നമ്പറുകൾ കാണിക്കുന്നത്. മോഹൻലാലും മീര വാസുദേവും പൂർണ്ണ നഗ്നയായി കിടപ്പറ രംഗത്തിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞ് വലിയ വാർത്തയാക്കുമ്പോൾ അത് കാണാമെന്ന് പറഞ്ഞ് ചാടിക്കയറുന്ന ആളുകളെന്ന് വിചാരിച്ചാണ്. കളിമണ്ണിൽ ശ്വേതാമേനൻ്റെ ഒറിജിനൽ പ്രസവം ലൈവായി ചിത്രീകരിക്കുന്നു, ഇന്ത്യൻ സിനിമയിൽ ആദ്യമാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുക്കും. അത് കാണാമെന്ന് പറഞ്ഞ് കയറും, തൂക്കിക്കളെ. അങ്ങനെ ആയിരിക്കും പറ്റിയത്. എന്തായാലും മീര വാസുദേവിനെ പോലെ കഥാപാത്രത്തിന് ആവശ്യം വേണ്ട നഗ്നതയോടെ അഭിനയിക്കാൻ തയ്യാറായ ആ നടിക്ക് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.